മനസ്സിലായില്ല. കയ്യിൽ വെണ്ടം വെച്ചിട്ടാണ് നീ നെയ്ക്ക് അലയണത്. മണിയേട്ടൻ കാര്യം തെളിച്ചു പറ. എടാ ഗിരി, നീ കട പണയം വെക്ക്. ഇത് പണയം വെച്ച നീ ആവശ്യപ്പെടുന്ന പണം കിട്ടും. ശരി ബേട്ട, ശരി, ഞാൻ വിളിച്ചോളാം. ആ വല്ലാത്ത ചതിയെ ഈ കാണിക്കുന്നത്. ഇങ്ങനെ ഗിരിയെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയ ആ പാവം ഗിരി എന്ത് ചെയ്യും? അവൻ ഈ തുകയൊക്കെ എങ്ങനെ ഉണ്ടാക്കും? അവനെ എങ്ങനെയാ സഹായിക്കുക? മണി, ഇനി നിനക്ക് ഇത്തിരി ജോലിയുണ്ട്. എന്ത് വേണോന്ന് മുതലാളി പറഞ്ഞാ മതി, ഞാൻ ചെയ്യാം. നീ വാ. ഓ ഓ ഓ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഓ ബാലു, ബാലു, നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞങ്ങൾ വന്നത്. പാല് കുടിക്കണ്ടേ? എനിക്ക് പാല് വേണ്ട. വേണം. മോൻ പാല് കുടിക്കണം. പാല് കുടിച്ചാലേ മോന്റെ മയക്കവും ക്ഷീണവും ഒക്കെ മാറുള്ളൂ. വേണ്ട വേണ്ട, എനിക്ക് പാല് വേണ്ട. പാല് വേണ്ട. അത് കുഴപ്പമില്ല. വേണ്ട മോനെ, നീ ഇത് വേഗം കുടിച്ചേ. ഇത് കുടിച്ചിട്ട് വേണം ആഹാരം കഴിക്കാൻ. ഇന്ന് കഞ്ഞിയല്ല തരുന്നത്. പിന്നെ ഇന്ന് മോന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ അതൊക്കെ ഉണ്ടാക്കി തരും. മോൻ എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. ചിക്കൻ ഫ്രൈ ഉണ്ടാവോ? പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, പായസം ഉണ്ടാവും, ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഒക്കെ ഉണ്ടാവും. ഹായ്, എന്നാ ഞാൻ പാല് കുടിക്കാം. കുടിക്കും. കുടിച്ചോ. ബാലു, നീ ഇന്ന് രാജാവാടാ, രാജാവ്. ഏക് ദിൻ കാ സുൽത്താൻ അല്ലേട്ടാ? പിന്നെ അല്ല. ആ പാല് കുച്ച. വേറെ എന്തെങ്കിലും? ശരി, എടുത്തു വെച്ചേക്കാം. ഓ ദൈവം കരുണയുള്ളവനാന്ന് പറയുന്നത് വെറുതെ അല്ല. സൊസൈറ്റിയിലെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അതേതായാലും ഭാഗ്യായി അല്ലേ ഗിരിയേട്ടാ? അതല്ലേ പറഞ്ഞത്. ആ ചിട്ടി കിട്ടിയാല് സ്ത്രീധന കാര്യത്തിൽ ഒരു പരിധിവരെ ആശ്വാസം കിട്ടും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ചിട്ടി പിടിച്ചെടുക്കാൻ നോക്കണം. പണത്തിന്റെ കാര്യത്തിൽ ഗിരിയേട്ട എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് വിഷമിച്ചു. പക്ഷേ ഇത് കേട്ടപ്പോ എനിക്ക് സമാധാനായി. ഏതോ ഒരു നല്ല നേരത്തിനാ എനിക്ക് ചിട്ടി ചേരാൻ തോന്നിയത്. അത് സത്യം. അല്ല ഗിരിയേട്ടാ, ചിട്ടി നേരത്തെ പിടിക്കുമ്പോ കുറച്ച് രൂപ നഷ്ടാവും അല്ലേ? അതൊന്നും സാരമില്ലടാ, നമ്മുടെ അല്ലേ ആവശ്യം. അപ്പൊ നമ്മൾ ആ നഷ്ടം സഹിച്ചേ പറ്റൂ. ഇതും കൂടെ പിടിച്ചോ. ഗിരി, മണിയേട്ടനോ? ഇതെവിടെ പോയതാ? കയറി വാ. ചന്തയിലൊന്ന് പോണം. അല്ല ഗിരി, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ചെക്കൻ വന്ന് പെണ്ണ് കണ്ട് പോയല്ലോ. ഇനി ഓരോന്നോരോന്നായിട്ട് വേണം തുടങ്ങാൻ.
ചെക്കന്റെ വീട്ടുകാർ ഇത്തിരി കനത്ത രീതിയിലുള്ള സ്ത്രീധനമാണ് ചോദിച്ചതെന്ന് അവിടെ മുതലാളി പറയണത് കേട്ടു. 25 പവനും 10 ലക്ഷവും അങ്ങനെ എന്തൊക്കെയോ. അതൊക്കെ ശരി തന്നെ. അയ്യോ, അപ്പൊ നീ പെടൂല ഗിരി. അല്ല, ഇതിനു വേണ്ടിയുള്ള പണം നിന്റെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. അപ്പൊ നിന്നെ സഹായിക്കാൻ ആരുമില്ല. മുതലാളിയോ ഭാഗ്യച്ചിയോ ചിലപ്പോ എന്തെങ്കിലും സഹായിച്ചാലായി. പക്ഷേ അതുകൊണ്ടൊന്നും ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കാനാവില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? ചില മാർഗങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശരിയായി പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പറ്റിയ നേരാണോ അത്? 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമല്ലേ ചെക്കന്റെ ആവശ്യം? ആ അതെ, 2 മാസത്തിനുള്ളിൽ നടത്തണം. അപ്പൊ ഇനി ദിവസങ്ങളില്ല. അതെ, ഇനി പുതിയ ഓരോ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് കൺമുന്നിലുള്ള മാർഗത്തിലൂടെ പോകുന്നതല്ലേ. മനസ്സിലായില്ല. കയ്യിൽ വെണ്ണം വെച്ചിട്ടാണ് നീ നെയ്ക്ക് അലയണത്. മണിയേട്ടൻ കാര്യം തെളിച്ചു പറ. എടാ ഗിരി, നീ കട പണയം വെക്ക്. ഇത് പണയം വെച്ചാ നീ ആവശ്യപ്പെടുന്ന പണം കിട്ടും. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ നീ വ്യാപരാധിപ്പെടണ്ടല്ലോ. അല്ല, അത് പിന്നെ ചിന്തിച്ചു നോക്ക്. ഇതുപോലൊരു മുതൽ നിന്റെ കയ്യിലുള്ളപ്പോ നീ പണത്തിന് വേണ്ടി പ്രയാസപ്പെടണോ? അല്ല, അതിപ്പോ കേൾക്കുമ്പോ നിനക്ക് പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. ദേ, നിന്നോടിത് വിൽക്കാനല്ലല്ലോ പറഞ്ഞത്, പണയം വെക്കാനല്ലേ. എന്നാലും മണിയേട്ടൻ അറിയാലോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്നമാണ് ഈ കട. പണയം വെച്ചെന്ന് കരുതി ആഹാരത്തിനുള്ള മാർഗമൊന്നും മുട്ടിപ്പോകില്ലല്ലോ ഗിരി. മണിയേട്ടാ, ഈ കട അടവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പണം ഗിരിയേട്ടന്റെ കയ്യിൽ വരും. അതെങ്ങനെ? ഗിരിയേട്ടനെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. അതിന്റെ ഈ മാസത്തെ ലേലം നാളെയാണ്. ആ ലേലം ഏത് വിധേനയും ഗിരിയേട്ടൻ പിടിച്ചെടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവിടെ അങ്ങ് തീരും. പിന്നെ ഈ കട പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ സൊസൈറ്റിയിൽ ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടല്ലേ ഗിരി? ഉം. 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 എങ്കിൽ പിന്നെ നീ അത് പിടിച്ചെടുക്കാൻ നോക്ക്. അതാ നല്ലത്. ശ്രമിച്ചു നോക്കാം. ആ